Hi all, welcome to the session. So in our previous session we learned different types of semiconductor materials like we learned intrinsic semiconductor, extrinsic semiconductor. Also we learned the energy band representation of these semiconductors. അതുപോലെ തന്നെ നിങ്ങൾ you prepared materials on different distribution functions. Distribution functionനെ കുറിച്ച് ഒരു നല്ല നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. So distribution functions are nothing but it tells the probability of occupying a particular energy state by a particle. And depending on the nature of the particle, we have three distribution function: Fermi-Dirac distribution function, Maxwell-Boltzmann distribution function, and Bose-Einstein distribution function. നിങ്ങൾ അത് വളരെ നല്ല രീതിയിൽ പഠിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു, റിവൈസ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. കാരണം നല്ല രീതിയിൽ നിങ്ങൾ ആ നോട്ട്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സിലബസിലില്ല. പക്ഷേ നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കാൻ പോകുന്നത് വി വാണ്ട് ടു നോ വാട്ട് ആർ ദ കരിയർ കോൺസെൻട്രേഷൻ ഇൻ സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചു നമ്മുടെ ഇൻറ്റൻസീവ് സെമി കണ്ടക്ടറിലാണെങ്കിൽ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺ പോകും. അല്ല, ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഡോണർ ലെവലിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺ പോകും. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ പഠിക്കുന്നത് എത്രമാത്രം ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിൽ കാണും, അല്ലെങ്കിൽ എത്രമാത്രം ഹോൾസ് വാലൻസ് ബാൻഡിൽ കാണും. അല്ലേ, ഒരു ഇൻറ്റൻസീവ് സെമി കണ്ടക്ടർ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിൽ എത്തുന്ന ഇലക്ട്രോണിന് അതേ ഈക്വൽ ആയിട്ട് എവിടെ ഉണ്ടാകണം? വാലൻസ് ബാൻഡിൽ ഹോൾ ഉണ്ടാകും. സോ വാട്ട്സ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് നമ്പർ ഓഫ് ഹോൾസ് ഇൻ ദ വാലൻസ് ബാൻഡിന്റെ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്രമാത്രം ഉണ്ടാകാം, എത്രമാത്രം കരിയർ കോൺസെൻട്രേഷൻ വരാം. ഈ പ്രോബബിലിറ്റി സിൻസ് വി ആർ ഡീലിംഗ് വിത്ത് ഇലക്ട്രോൺ, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. 3 ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് we are taking Fermi-Dirac distribution function because electrons are fermions. അപ്പോൾ നമ്മൾ Fermi-Dirac distribution ഉപയോഗിച്ചായിരിക്കും ഈ ഒരു കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 3 ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെയും നിങ്ങൾ പഠിക്കാൻ പറഞ്ഞത്. So we are taking Fermi-Dirac distribution function and you know what is the expression for Fermi-Dirac distribution function, and it is given by Fe. Let Fe be the Fermi-Dirac distribution function. Fe equal to 1 by exponential E minus EF, right? Exponential E minus EF by kT plus 1. So this is a form of Fermi-Dirac distribution function. So it tells the probability of occupancy of electron in a particular energy state E, and EF is the Fermi energy level. ഇതെല്ലാം നിങ്ങളിപ്പം ആ നോട്ട്സിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റിവൈസ് ചെയ്തെന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ഞാൻ ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് നമ്മുടെ സിലബസിലില്ല. ഇപ്പോൾ Fermi-Dirac ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ തരുന്ന എന്തെന്ന് ചോദിച്ചാൽ, ഒരു ഇ എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യേണ്ട പ്രോബബിലിറ്റി എങ്ങനെയാണ്, അതാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യു ജസ്റ്റ് കൺസിഡർ ആൻഡ് വാട്ട് ഇസ് EF, വേർ EF ഈസ് ദി ഹയസ്റ്റ് ഫീൽഡ് ഇലക്ട്രോണിക് എനർജി ലെവൽ സ്റ്റേറ്റ് അറ്റ് 0 Kelvin. 0 Kelvin ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന, ഏറ്റവും ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം എനർജി ലെവലാണ് ഫെർമി എനർജി ലെവൽ. You can prove this one by putting T equal to 0 and we are taking E is less than EF. What is the probability? Suppose you are taking the condition that the energy is less than EF and you are taking T equal to 0 Kelvin. What happens to this probability Fe? Fe equal to, so by T it is equal to E minus EF. Since E is less than EF, you will get a negative quantity there, so you will get exponential minus infinity. So it takes a form Fe equal to 1 by e raised to infinity plus 1. So it is 1 by infinity, 1 by infinity is 0, so the probability is 1, which means the probability of occupancy of all the energy levels below EF is 1. അപ്പോൾ നിങ്ങൾക്ക് EFന് താഴെ അറ്റ് 0 Kelvin നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ എക്സ്പെക്ട് ദ പാർട്ടിക്കിൾസ്. അതാണ് Fermi-Dirac distribution function. So the probability Fe is 1 at 0 Kelvin below below EF for a particular energy state E. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടിയാൽ സംഭവിക്കുന്ന EF, and you know all the energy levels below EF are completely occupied. Temperature കൂടിയാൽ എന്ത് സംഭവിക്കും? It will gain, some of the electrons below EF will gain some energy and it will move up above EF. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ, the y-axis if you take the probability of Fe and in the x-axis if you are taking energy,
at T equal to 0 Kelvin, നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? The probability is 1 up to EF, and after that it is 0. Probability is 0. So this is for T equal to 0 Kelvin, and if T is greater than 0 Kelvin, what is the condition? ഞാൻ പറഞ്ഞു EF ന് തൊട്ട് താഴെയുള്ള എനർജി ലെവൽസിൽ നിന്ന് കുറച്ച് ആൾക്കാർ മുകളിലേക്ക് പോകും. So that there is a chance of decrease in the probability below EF, and there is a chance of increase in probability above EF. So that the curve will go like this. Clear? So if you increase further, this will be the shape of the graph. So on each time, if you increase the temperature, നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ചാൻസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ബിലോ EF കുറഞ്ഞുകൊണ്ട് പ്രോബബിലിറ്റി എബോ EF കൂടുന്നത് കാണാം. പക്ഷെ എല്ലാ കർവും പാസ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് ആയിരിക്കും, where the probability is half. So you can explain it in other ways. For the temperature greater than 0 Kelvin, Fermi-Dirac probability is half for all temperature. എല്ലാ ടെമ്പറേച്ചറിലും at E equal to EF, Fermi energy ലെവലിൽ the probability is half. നേരത്തെ ഫെർമി എനർജി ലെവലിന് താഴെ പ്രോബബിലിറ്റി ഒന്ന് പറഞ്ഞതുപോലെയാണ്. ഇഫ് യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ യു ക്യാൻ ഹാവ് ദ കണ്ടീഷൻ ഫെർമി എനർജി ലെവൽ കറസ്പോണ്ട്സ് ടു ദാറ്റ് ലെവൽ ഇൻ വിച്ച് ദ പ്രോബബിലിറ്റി ഈസ് ഹാഫ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാം? ഫെർമി-ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്താണ് ഫെർമി-ഡിറാക്. ഇപ്പോൾ ഫെർമി-ഡിറാക് പറയുന്നത് ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇലക്ട്രോൺ ഓക്കുപ്പൈ ചെയ്യേണ്ട E എന്ന് പറഞ്ഞ എനർജി സ്റ്റേറ്റ് ഓക്കുപ്പൈ ചെയ്യേണ്ട പ്രോബിലിറ്റി ആണ് കാണിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് എന്തുണ്ട്? EF എന്ന് പറഞ്ഞ എനർജി ലെവൽ ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് ഫെർമി എനർജി ലെവൽ. അപ്പോൾ at T equal to 0 Kelvin, energy up to which Fermi energy levels are occupied, and for temperature greater than 0 Kelvin, energy above Fermi energy levels are also occupied. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ സ്ട്രക്ചറിലേക്ക് പോകാം. So we are again considering the energy band diagram. നമ്മൾ energy band diagram നമ്മൾ എടുക്കുന്നു. So this is valence band, and here we have conduction band. So this is the forward energy gap. This is the energy gap value for an intrinsic semiconductor. നമുക്കറിയാം valence band if the electron gains some energy, it will move to the conduction band, leaving a hole in the valence band and a free electron in the conduction. So this is the process. നമ്മൾ ഇതൊക്കെ explain ചെയ്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ my question is, can you fix the position of Fermi energy level in an intrinsic semiconductor at T equals 0 Kelvin? You understand my question? What is the position of the Fermi energy level in an intrinsic semiconductor? ഒന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഫെർമി എനർജി ലെവലിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ at T equal to 0 Kelvin ഇതുവരെ ഉണ്ടാകത്തുള്ളൂ, ഫെർമി എനർജി ലെവൽ വരെ ഓക്കുപ്പൈ ചെയ്യത്തുള്ളൂ. സോ ദാറ്റ് ഇറ്റ് മസ്റ്റ് ലൈ സംവേ ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. അല്ലേ? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ at T equal to 0 Kelvin എന്താണുള്ളത്? വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അല്ലേ? വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫെർമി എനർജി ലെവൽ എവിടെ ആയിരിക്കും? ടോപ്പ് ഓഫ് ദി വാലൻസ് ബാൻഡ് ആയിരിക്കും. ടോപ്പ് ഓഫ് ദി വാലൻസ് ബാൻഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, when temperature increases what happens? ഇവിടെ നിന്നും ഫെർമി എനർജി ലെവലിന് താഴെയുള്ള എനർജി ലെവലിൽ നിന്നും ഇലക്ട്രോൺസ് എവിടെ പോകുന്നു? ഫെർമി എനർജി ലെവലിന് മുകളിലുള്ള കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. സെയിം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ. സോ ദാറ്റ് ഫ്രം ദ ഡെഫിനിഷൻ ഇറ്റ്സെൽഫ് വി ക്യാൻ അസ്യൂം ദാറ്റ് ദി പൊസിഷൻ ഓഫ് ദ ഫെർമി എനർജി ലെവൽ ഈസ് സംവേ ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഇൻ ആൻ ഇൻട്രിൻസിക് സെമികണ്ടക്ടർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന ഈ തിയറിയിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒന്ന്, we are discussing the intrinsic carrier concentration. Also we are discussing the position of the Fermi energy level. Fermi energy ലെവലിന്റെ പൊസിഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിറൈവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കരിയർ കോൺസെൻട്രേഷന്റെ എക്സ്പ്രഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിറൈവ് ചെയ്യുന്നുണ്ട്. So its exact position, Fermi energy ലെവലിന്റെ exact position depends on temperature. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. Its position depends on temperature. അപ്പോൾ നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത്, we are considering two energy states. നിങ്ങൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലേ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പഠിക്കുന്ന സമയത്ത് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ നേരെ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലേക്ക് പഠിക്കുന്നു. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ E1, E2, E3 എന്ന് പറയുന്ന എനർജി ലെവൽ, അതിനകത്ത് G1, G2, G2, G3 എന്ന് പറയുന്ന അവൈലബിൾ എനർജി സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നിന്ന് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് എനർജി ലെവൽ. വി ആർ അസ്യൂമിങ് ദാറ്റ്
in a particular interval we are having infinite number of energy states. But we are considering two energy states, E and E plus D, where D is infinitesimally small. രണ്ട് എനർജി സ്റ്റേറ്റ്സ് ഉണ്ട്, ഒന്ന് ഇ ആൻഡ് തൊട്ട് മുകളിൽ ഇ പ്ലസ് ഡി. ഡിസ്ക്രീറ്റ് അല്ല, ഇസ് കണ്ടിന്യൂസ്, ഡി ഇസ് വെരി സ്മോൾ. ആൻഡ് വി ആർ അസ്യൂമിംഗ് ദാറ്റ് GEDE is the number of available energy states between E and E plus D. ഇക്കും ഇ പ്ലസ് ഡിക്കും ഇടയിലുള്ള നമ്പർ ഓഫ് അവൈലബിൾ എനർജി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് GEDE ആണെന്നിരിക്കട്ടെ. ദെൻ the number of electrons occupying energy states from E and E plus D is NED. നിങ്ങളുടെ ആ എക്സ്പ്രഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. So NEDE is the number of electrons occupying energy states from between E and E plus D, and GEDE is the number of available energy states between E and E plus D. അങ്ങനെയാണെങ്കിൽ can you say what is the expression for NEDE? NEDE യുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞേ. ഇക്കും ഇ പ്ലസ് ഡിക്കും ഇടയിൽ GEDE എനർജി സ്റ്റേറ്റ് ഉണ്ട്, NED ആണ് അതിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം. We have the distribution function. Just say what is the expression for NEDE. Yeah, it is given by multiplying GEDE with Fermi-Dirac distribution function. അല്ലേ, ഒരു എനർജി സ്റ്റേറ്റിന്റെ ഓക്യുപ്പൻസി FE ആണ്. If there are GEDE energy states, it is nothing but NEDE is given by FE GEDE. FE GEDE. So we got the expression for NED. So it is the number of electrons between E and E plus D. If you want to know what is the total number of electrons, just integrate this expression. ഈ എക്സ്പ്രഷൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് കിട്ടും. സോ ക്യാൻ യു സേ വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ GED? നിങ്ങൾ അത് പഠിച്ച സമയത്ത് അവൈലബിൾ എനർജി സ്റ്റേറ്റ് GE ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. GE equal to C into E raised to half. So it is proportional to root E and it is given by C into E raised to half, where C is a constant and C is given by 4 pi q me star to me star the whole raised to 3 by 2 h raised to minus 3. So C is given by 4 pi 2 me star the whole raised to 3 by 2 h raised to minus 3. And what is that me star? It is not the mass, or it is not the inertial mass, it is the effective mass of the electron. What do you mean by effective mass? Me star is the effective mass. It is due to the interaction of electron wave packet with the periodic lattice. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ലാറ്റിസിൽ കൂടി നടക്കുമ്പോൾ ലാറ്റിസ് വൈബ്രേഷൻ കൊണ്ട് അതിനുണ്ടാകുന്ന ഹിൻഡ്രൻസ്, and it is given by effective mass. So it is the interaction, it arises due to the interaction of electron wave packet with the periodic lattice vibration. അപ്പോൾ ആ interaction കൂടിയാൽ അതിന്റെ മൂവ്മെന്റിന്റെ ഹിൻഡ്രൻസ് വരും. Hence it is called effective mass of the electron. So me star is nothing but effective mass, and this is the expression for GE. GE is given by C into E raised to half, and this is the expression for C. നമുക്ക് അടുത്ത പഠിക്കേണ്ടത്, we have conduction band and we have valence band. We want to know what the number of electrons in the conduction band and we want to know what the number of electrons in the valence band. ഈ എക്സ്പ്രഷനിൽ ഇതിനു വേണ്ടി നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ആദ്യം എഴുതാൻ പറ്റും. First we are going to find out what is the number of electrons in the conduction band in an intrinsic semiconductor. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ കണ്ടക്ഷൻ ബാൻഡിൽ എത്രമാത്രം ഇലക്ട്രോൺ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ T എത്തും എന്നതാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. So in an intrinsic semiconductor at a temperature well above 0 Kelvin, you know some of the electrons will come from the or will set free by breaking the covalent bond and reach to the conduction band. So some holes will be created in the valence band and electrons will reach to the conduction band. Equal number of electron and holes or electron hole pairs are created at a temperature above 0 Kelvin. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിൽ എത്തണം എന്നുണ്ടെങ്കിൽ we need to say some energy states are there, right? ആ എനർജി സ്റ്റേറ്റ്സിലേക്കാണ് ഇലക്ട്രോൺ എന്ത് ചെയ്യേണ്ടത്, ഓക്യുപ്പൈ ചെയ്യേണ്ടത്. So we know the expression for the available energy state at a particular energy level E. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. കണ്ടക്ഷൻ ബാൻഡ്, the bottom of the conduction band will be designated as EC, where EC is the energy of the conduction band, bottom energy level of the conduction band. കണ്ടക്ഷൻ ബാൻഡിലെ ഏറ്റവും ബോട്ടം എനർജി ലെവലിനെ നമ്മൾ EC എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നു. ടോപ്പിനെ ഈ ടോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. നമുക്കത് പിന്നെ നോക്കാം, ഈ ടോപ്പ് എത്ര വരെ പോകാം, can it extend to infinity or not.
So bottom it is EC. അതുപോലെ top of the valence band we will say it is EV. Then negative energy state. From bottom of the valence band it is EV and top of the conduction band it is EC. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ ഇറ്റ് ഈസ് GE. നമുക്ക് വേണ്ടത് ആ TC-യിൽ എത്രയാണ്, ആ എനർജി ലെവൽ എത്രയാണ്. ഇവിടെ ഉള്ള ഒരു പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റ് എടുക്കുന്നു, കണ്ടക്ഷൻ ബാൻഡിൽ ഒരു പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റ് നിങ്ങൾ എടുക്കുന്നു, ലെറ്റ് BE. വാട്ട് ഇസ് ദ റിലേഷൻ DE? DE equal to C into E raised to half. പക്ഷേ ഷോക്ലി had proved that, ഷോക്ലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇതിനെ പ്രൂവ് ചെയ്തു, ഞാൻ കണ്ടക്ഷൻ ബാൻഡ് ഡെൻസിറ്റി ഓഫ് എനർജി സ്റ്റേറ്റ് is not varying with respect to E, but it varies with E minus square root of E minus EC. So the GE expression for the GE expression for electrons in the conduction band will be given by GE equal to C into E minus EC. C into E minus EC the whole raised to 1. നേരത്തെ C into E raised to half ആയിരുന്നു, പക്ഷേ ഷോക്ലി പ്രൂവ് ചെയ്തു അത് അങ്ങനെയല്ല. It varies in proportion with the difference of energy states between E and EC. Bottom of the conduction band നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന പർട്ടിക്കുലർ എനർജി സ്റ്റേറ്റിന്റെ ഡിഫറൻസിന് അതിന്റെ സ്ക്വയർ റൂട്ടിനനുസരിച്ചായിരിക്കും ഇത് വേരി ചെയ്യുന്നത്. സോ G is given by C into E minus EC the whole raised to 1/2. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? If you want to find out what the density of electrons in the conduction band at a particular energy state at a particular temperature, if you want to know what the density of electrons in the conduction band at any temperature T, just integrate this expression from EC to E top, then substitute GE with this expression. ഒന്ന് ഈ എക്സ്പ്രഷൻ റീറൈറ്റ് ചെയ്ത് നോക്കിക്കേ ഈ കണ്ടീഷൻ വെച്ച്. ഈ രീതിയിൽ കിട്ടിക്കാണ്. So by integrating this one, NED, you will get the total density N. So Fe, for Fe it is 1 by exponential E minus EF by kT plus 1. Just integrate that one. Then GE is C into E minus EC. So here C into E minus EC into D. ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് കിട്ടിക്കാണ്. Also we are assuming that this E minus EF, what is E minus EF? It is the difference between the discussed energy level and Fermi energy level. It must be greater than, we are assuming that this E minus EF must be greater than or equal to 4 times KT. ഇലക്ട്രോണിന്റെ തെർമൽ എനർജിയെ കാട്ടിലും what is KT? It is thermal energy. അല്ലേ? ഈ ഒരു ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡിനോമിനേറ്ററിൽ കിടക്കുന്ന KT is the thermal energy of the electron. With that much of energy, electron needs to occupy the energy state E minus EF, or it must occupy the energy level E. അത്രമാത്രം തെർമൽ എനർജി വെച്ച് അത് E എന്ന് പറയുന്ന എനർജി ലെവൽ എങ്ങനെ ഓക്കുപ്പൈ ചെയ്യും എന്നതാണ് ഈ ഒരു ഫ്രാക്ഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം we are considering that numerator is much greater than 4 times the thermal energy, so that we can ignore this unity. അവ +1 നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഗ്നോർ ചെയ്യാം. So that the expression will become N equal to C into EC to E top E minus EC the whole raised to 1/2. എൻ്റെ കൂടെ ഒന്ന് എഴുതി പോകണം, എങ്കിലേ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുള്ളൂ. E minus EC the whole raised to 1/2. Then exponential നമ്മൾ എന്ത് ചെയ്തു, +1 ഇഗ്നോർ ചെയ്തു. So that it will reach the numerator, so it is minus E minus EF by dt. E minus EC the whole raised to 1/2 exponential minus E minus EF by kT d. ഈ രീതിയിൽ കിട്ടുക. ഇനി നമുക്ക് വേണ്ടത് what is the value for the upper energy state. ഈ upper energy state ഈ ടോപ്പ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കാം? So from this expression or from this function exponential minus E by kT, if you increase the energy, what happens to exponential minus E by kT? It will decrease exponentially. അല്ലേ? Since it is exponential minus E by kT plus E by kT ആണെങ്കിൽ exponential increase വന്നേനെ. Since the form is exponential minus E by kT, if you increase energy, ആ ടേം എന്ത് ചെയ്യും, കുറയും. So that you can take energy to infinite value also. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എനർജി ഇൻഫിനിറ്റിയിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പ്രശ്നം വരത്തില്ല, ഫംഗ്ഷന് ഒരു അൺസർട്ടനിറ്റി വരത്തില്ല എക്സ്പ്രഷന്. സോ ദാറ്റ് വി ക്യാൻ ടേക്ക് ഈ ടോപ്പ് ടു ഇൻഫിനിറ്റി.
ഇൻഫിനിറ്റി എനർജി സ്റ്റേറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓൾസോ ഫോർ സോൾവിംഗ് ദിസ് എക്സ്പ്രഷൻ വി ആർ അസ്യൂമിങ് സം കണ്ടീഷൻസ് ആണ്. നമ്മൾ ഇതൊരു ഗോസിൻ ഇന്റഗ്രലിലേക്ക് കൊണ്ടുവന്നു. ആ ഗോസിൻ ഇന്റഗ്രലിന്റെ റിസൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഗോസിൻ ഇന്റഗ്രൽ കിട്ടാൻ വി ആർ അസ്യൂമിങ് സം വി ആർ ടേക്കിംഗ് സം അസംഷൻസ്. ഇതാണ് നിങ്ങൾ ഫെർമി-ഡിറാക് പ്രൂവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതേ അസംഷൻസ് തന്നെയാണ് ഇവിടെയും എടുക്കുന്നത്. ഒന്ന്, വി ആർ ടേക്കിംഗ് ദാറ്റ് ഇ മൈനസ് EC by KT equal to the variable x. We are taking a new variable x and it is given by E minus EC by KT. So that what is E minus EC? E minus EC ക്ക് പകരം you can substitute XKT. You can substitute XKT. Then what is D? What is the D എന്തായിരിക്കും? D equal to KT into dx. DE equal to KT into dx. Then we need to change the limits. When E equal to EC, E ക്ക് പകരം EC കൊടുത്താൽ what is x? X equal to 0. When E is equal to infinity, what is x? X equal to 0. So the limit changes from 0 to infinity. Limit എന്ത് ചെയ്തു? X എന്ന് പറഞ്ഞ വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ the limit changes from change to 0 to infinity. And also there is a term exponential minus E minus EF by K. ഇതിനെ നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. ഇതേപോലെ തന്നെയാണ് we are going to discuss what is the number of holes in the band. Here we are discussing what is the number of electrons in the conduction band. Same derivation തന്നെയാണ് number of holes in the band. Same step. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക. സംശയം ഉണ്ടെങ്കിൽ ഈ സമയം തന്നെ നിങ്ങൾ കണ്ടതിന് ശേഷം ഒന്നിൽ കമന്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ ടെലഗ്രാമിൽ ചോദിക്കുക. So we need to rearrange this term exponential minus E minus EF by KT. ഇതിനെ നമ്മൾ രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് മാറ്റുന്നത്. ഒന്ന് it is exponential minus EC minus EF by KT. ഒരു ടേം എന്ന് പറയുന്നത് exponential minus EC minus EF by KT. അടുത്ത ടേം എന്ന് പറയുന്നത് exponential minus E minus EC by KT. exponential minus E minus EC by KT. നമ്മൾ exponential minus E minus EF by KT യെ രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി. ഒന്ന് exponential minus EC minus EF by KT, അടുത്തത് exponential minus E minus EC by KT. അതിൽ what is exponential minus E minus EC by KT? ഇവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? E minus EC by KT you can substitute it with x. So that exponential minus E minus EF by KT യെ നിങ്ങൾക്ക് exponential minus EC minus EF by KT into exponential E minus EC by KT ക്ക് പകരം x ആണ്. So exponential minus x. Exponential minus x. അപ്പം ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷനും കൂടെ ഇവിടെ വേണ്ടി വരും. exponential minus E minus EF by KT ക്ക് exponential minus EC minus EF by KT into exponential minus. ഇത്രയും സബ്സ്റ്റിറ്റ്യൂഷൻ ഏതിലേക്ക് കൊണ്ട് കൊടുക്കുക? നമ്മുടെ n എന്ന് പറയുന്ന ഈ എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ഈ രീതിയിൽ വന്നു കാണാം. n is equal to c into e minus ec the whole raised to 1/2 ന് പകരം x raised to 1/2 kt raised to 1/2. ഇതിന് പകരം exponential minus ec minus ef by kt into exponential minus x d ക്ക് പകരം kt into dx. ഈ രീതിയിൽ വന്നതാണ്. പിന്നെ എന്ത് ചെയ്യുക? kt into kt raised to half ഉണ്ട്. അതിനെല്ലാം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതുക. കോൺസ്റ്റന്റ് എല്ലാം വെളിയിലെടുത്ത് ഇന്റഗ്രലിന്റെ അകത്ത് വേരിയബിൾസിനെ മാത്രം ഉൾപ്പെടുത്തുന്ന എഴുതിക്കേ. ഈ രീതിയിൽ വന്നതാണ്. kt മൾട്ടിപ്ലൈ ചെയ്ത് കോൺസ്റ്റന്റ് വെളിയിലെടുത്തിട്ട് so you have to integrate the expression integral 0 to infinity to root x raised to minus x dx. And the famous expression it is just by using this Gaussian integral e raised to minus x square dx എന്ന് പറയുന്ന Gaussian integralന്റെ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് we can solve this expression very easily. പറ്റുമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്ത് നോക്കണം. or that you know the result. അത് ചെയ്യുമ്പോൾ ആ റിസൾട്ട് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. it is nothing but root pi by 2. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് it is root pi by 2 by using the Gaussian integral. Gaussian integralന്റെ ഡെറിവേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. the answer is root pi by 2. സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി root pi by 2 ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.
integral 0 to infinity x raised to half e raised to minus x dx is nothing but root pi by 2. ഈ റിസൾട്ട് നിങ്ങൾ ഈ എക്സ്പ്രഷനിലേക്ക് കൊടുക്കുക. കൊടുത്തതിന് ശേഷം റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ n. So root pi by 2 കൊടുക്കുമ്പോൾ just substitute c also. c യുടെ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. root pi by 2 കൊടുത്തു. just cancel so that you will get n equal to 2 into 2 pi n means are kt by s square the whole raised to 3 by 2 exponential minus ec minus ef by kt. And this constant 2 into 2 pi n means are kt by s square the whole raised to 3 by 2 is called nc, where nc is called the density of occupied energy state at energy ec in the conduction. NC എന്ന് പറയുന്നത് EC എന്ന് പറയുന്ന എനർജി ലെവലിലുള്ള ഡെൻസിറ്റി ഓഫ് എനർജി സ്റ്റേറ്റ്സ് ആണ്. If you substitute this one, if you want to know what is the number of NC, if you substitute this quantity, you will get 5 into 10 raised to 25. It's approximately 5 into 10 raised to 25 per meter cube. This is the available energy states at 0 Kelvin. Sorry, at 300 Kelvin at the room temperature. At 300 Kelvin at E equal to E. So where NC is the available energy state density of states. So N equal to, this is the final expression, the number density of electrons in the conduction band is given by NC, where NC is the density of states into exponential minus EC minus EF by K. And you know, for an intrinsic semiconductor, what is EC minus EF? Where Fermi energy level നമ്മൾ ഒരു mid way ആണ് എടുക്കുന്നതെങ്കിൽ EC minus EV is EG, band gap energy. So what is EC minus EF? It is band gap by 2. So that you can write the density of electrons in terms of band gap energy also. It is NC exponential minus EG by 2 kT. So we can conclude that the density of electrons will vary with respect to temperature. Temperature variation അനുസരിച്ച് you can imagine the variation of, or you can understand the variation of the number of electrons in the conduction band. So this is the final expression for the density of electrons in the conduction band in terms of temperature. ഇതുപോലെ you can derive what is the number of holes in the valence band. അപ്പോൾ ഹോൾസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു എനർജി സ്റ്റേറ്റ് ഇലക്ട്രോൺ അതിനെ മുകളിലേക്ക് പോയി. സോ ഹോൾ ഇസ് നത്തിങ് ബട്ട് അൺഓക്കുപ്പൈഡ് സ്റ്റേറ്റ് ഓഫ് എനർജിയാണ്. അപ്പോൾ Fe എന്ന് പറയുന്നതാണ് ഓക്കുപ്പൈഡ് എനർജി സ്റ്റേറ്റിന്റെ പ്രോബബിലിറ്റി എങ്കിൽ അൺഓക്കുപ്പൈഡ് എനർജിയുടെ പ്രോബബിലിറ്റി is 1 minus Fe. So just multiply it with 1 minus Fe and just try to store or try to derive the number of holes in the valence band. ഇതുപോലെ തന്നെ കിട്ടും. You will get P instead of N, you will get P instead of NC, you will get what? NV, which is the density of energy state into exponential minus ഇവിടെ EC minus EF by KT വന്നു. നിങ്ങൾക്ക് EF minus EV by KT, where EV is the top of the valence band. ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ തന്നെ അത് ചെയ്തു. ഇത്രയേ ഉള്ളൂ the career concentration in intrinsic semiconductor. Hope you understand. Thank you.